സ്ത്രീകളുടെ വസ്ത്രങ്ങൾ, മാതൃശിശു സംരക്ഷണ വസ്തുക്കൾ എന്നിവ വിൽപ്പന നടത്തുന്ന കടകളാണ് വനിതാവൽക്കരണത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. സൗദി വനിതകൾക്കിടയിൽ ഉയർന്ന തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ടെന്നും തൊഴിൽ മന്ത്രാലയം ലക്ഷ്യമാക്കുന്ന പദ്ധതി നടപ്പിലാക്കിയാൽ 15 ലക്ഷം സ്വദേശി വനിതകൾക്ക് തൊഴിൽ ലഭിക്കുമെന്നും അധികൃതർ വിശദീകരിച്ചു. സ്ത്രീകൾക്ക് ജോലിക്കാവശ്യമായ പരിശീലനം നൽകൽ, ശമ്പളത്തോടുകൂടിയ പരിശീലനം, നിയമനത്തിന് ശേഷം സ്ഥാപനത്തിലെ ശമ്പളത്തോടൊപ്പം മന്ത്രാലയത്തിൽ നിന്നുള്ള വേതനം, വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം എന്നിവ മന്ത്രാലയത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. വനിതാവൽക്കരണത്തിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം പ്രാബല്യത്തിൽ വന്നാൽ പരിശോധന ശക്തമാക്കാനും തൊഴിൽ മന്ത്രാലയത്തിലെ വനിതാ പരിശോധനാ വിഭാഗത്തിന് നിർദ്ദേശമുണ്ട്. 3000 മുതൽ 10,000 റിയാൽ പിഴയും, റിക്രൂട്ടിംഗ് തടഞ്ഞുവെക്കുക, സ്പോൺസർഷിപ്പ് മാറ്റുന്നത് തടയുക തുടങ്ങിയ ശിക്ഷകളും ഏർപ്പെടുത്തുമെന്നും മന്ത്രാലയം പറഞ്ഞു. സ്വദേശിനികളുടെ സ്ഥാനത്ത് വിദേശി വനിതകളെ ജോലിക്ക് വയ്ക്കുന്നതും നിയമലംഘനമായി പരിഗണിക്കും. മാനവവിഭവശേഷി ഫണ്ടിൽ സ്ഥാപനത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് ജോലി ചെയ്യാതെ വ്യാജ സ്വദേശിവൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്ന സ്വദേശിനികൾക്ക് 3 മുതൽ 5 വർഷം വരെ നിയമനം തടഞ്ഞുവെക്കുന്നതുൾപ്പെടെയുള്ള ശിക്ഷയും ലഭിക്കും. മീഡിയ 1 റിയാദ്.